ദിവ്യകാരുണ്യമായി ഈശോ വീണ്ടും ഇതാ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വരികയാണ്. കരുണയായി, സ്നേഹമായി ഈശോ കടന്നു വരുമ്പോൾ നമുക്ക് നമ്മുടെ ഹൃദയങ്ങൾ തുറന്ന്, അധരങ്ങൾ തുറന്ന് നമ്മളെ പൂർണ്ണമായിട്ട് ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നിന്റെ കരുണയും നിന്റെ സ്നേഹവും ഞങ്ങളിലേക്ക് ഒഴുക്കണമേ. ഹല്ലേലൂയ. വിധിക്കപ്പെടുവാനോ നശിക്കപ്പെടുവാനോ ഒന്നും നമ്മെപ്പറ്റി ദൈവത്തിന് പ്ലാനോ പദ്ധതിയോ ഒന്നുമില്ല. നമ്മളെല്ലാവരും രക്ഷിക്കപ്പെടണമെന്നാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. അതിനുവേണ്ടിയാണ് ഈശോ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. ദൈവം മനുഷ്യനെ അത്രമാത്രം സ്നേഹിച്ചു, സ്വന്തം പുത്രനെ നൽകുവാൻ തക്കവിധം അവൻ്റെ സ്നേഹം അത്ര വലുതായിരുന്നു. അവൻ തൻ്റെ ദൈവീകത ഒരു വലിയ കാര്യമായി പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കി മനുഷ്യനായി പാപികളുടെ മധ്യത്തിലേക്ക്, പാപത്തിൻ്റെ യാതൊരുവിധ അവസ്ഥകളും അവൻ്റെ ജീവിതത്തിൽ ഏൽക്കാതെ പാപികൾക്ക് വേണ്ടി അവൻ ജീവിച്ചു. പാപികൾക്ക് വേണ്ടി അവൻ പീഡകൾ ഏറ്റെടുത്തു. പാപികൾക്ക് വേണ്ടി അവൻ മരിച്ചു. പാപികൾക്ക് വേണ്ടി അവൻ ഉത്ഥാനം ചെയ്തു. പിതാവിൻ്റെ ഹിതം നിറവേറ്റിക്കൊണ്ട് ഈശോ നമ്മുടെ രക്ഷയായിട്ട് മാറുകയാണ്. ഈ ദൈവീക ദൗത്യം ഈശോ ഏറ്റെടുത്തതിനെ പറ്റി മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യോഹന്നാൻ ബന്ധനസ്ഥനായപ്പോൾ യേശു ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഗലീലയിലേക്ക് വന്നു. അവൻ പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ എന്ന്. സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിക്കുവിൻ, സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈശോ പിതാവിൻ്റെ ആ സ്നേഹം നമുക്ക് പകർന്നു തന്നത്. അവൻ്റെ കരുണയും സ്നേഹവും നമ്മൾ ഏറ്റെടുക്കേണ്ടതും ഇതേ പിതാവിൻ്റെ ആ ദൗത്യം നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ടാണ്. യേശുക്രിസ്തുവിലൂടെ ദൈവരാജ്യം ഒരു യാഥാർത്ഥ്യമായിട്ട് മാറിക്കഴിഞ്ഞു. ഈശോയുടെ ജനനത്തിലൂടെ, ഈശോയുടെ പീഡാനുഭവത്തിലൂടെ, ഈശോയുടെ കുരിശുമരണത്തിലൂടെ, ഈശോയുടെ ഉത്ഥാനത്തിലൂടെയൊക്കെ ദൈവത്തിൻ്റെ ഹിതം, ദൈവരാജ്യം പൂർണ്ണമായിട്ടും ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. അതുകൊണ്ടാണ് ഈശോ മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 15-ാം വചനത്തിൽ സമയം പൂർത്തിയായി എന്ന് പറഞ്ഞിരിക്കുന്നത്. അനുതാപത്തിലൂടെ ഈ ദൗത്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ ഏറ്റെടുക്കണമെന്നതാണ് ഈശോയുടെ ആഗ്രഹം. തൻ്റെ പരസ്യജീവിതം ആരംഭിക്കുന്നതിനായിട്ട് ഈശോ ഗലീലയിലേക്ക് കടന്നു വരികയാണ്. ഈശോയുടെ ജീവിതത്തിലെ സുപ്രധാന സംഭവങ്ങളെല്ലാം സംഭവിക്കുന്നത് ജെറൂസലേമിന് പുറത്തു വച്ചാണ്. ഈശോയുടെ ജനനം സംഭവിച്ചത് ബത്ലഹേമിൽ വെച്ചാണ്. ഈശോയുടെ പരസ്യജീവിതം ആരംഭിക്കുന്നത് ഗലീലിയിൽ നിന്നാണ്. ഈശോയുടെ കുരിശുമരണം സംഭവിക്കുന്നത് ജെറൂസലേമിന് പുറത്തു വച്ച് ഗൽഗൊഥ എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് വെച്ചാണ്. ഈശോ ഉത്ഥിതനാകുന്നതിന് ശേഷം അവൻ തൻ്റെ പ്രിയപ്പെട്ടവരെ ഗലീലയിൽ വെച്ച് കാണുകയും പിതാവിൽ നിന്ന് അവൻ ഏറ്റെടുത്ത ആ ദൈവീക ദൗത്യം, നിങ്ങൾ ലോകമെങ്ങും പോയി സകല ജനതകൾക്കും സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന ആഹ്വാനത്തിലൂടെ കൈമാറുന്നതായിട്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, ഗലീലി ഈശോ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനതകൾക്കപ്പുറം ദൈവം ഈ ലോകത്തിലേക്ക് വന്നത് സകല മനുഷ്യർക്കും വേണ്ടിയാണ്. അവൻ്റെ രക്ഷയെന്ന് പറയുന്നത്, അവൻ്റെ കരുണയും സ്നേഹവും എന്നൊക്കെ പറയുന്നത് ഈ ലോകത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും വേണ്ടിയാണെന്ന് കൂടി കാണിക്കുവാനായിട്ടാണ് ഈശോ ഗലീലി തിരഞ്ഞെടുക്കുന്നത്. അവഗണിക്കപ്പെട്ടവർക്കും പരിത്യക്തർക്കും മുറിവേൽക്കപ്പെട്ടവർക്കും എല്ലാം സൗഖ്യമായി
അവൻ്റെ ഹൃദയത്തിൽ സ്ഥാനമുണ്ട് എന്ന് കാണിക്കുവാൻ വേണ്ടിയാണ് അവൻ അത്ര സുപ്രധാനമല്ലാത്ത ഒരു ദേശം, ആ ദേശത്തെ ഈശോ സുവിശേഷത്തിൻ്റെ ദേശമായിട്ട്, ലാൻഡ് ഓഫ് ഗോസ്പൽ എന്ന് പറയാം, കൃപയൊഴുകുന്ന ഒരു ദേശമാക്കി, അവൻ്റെ പാദസ്പർശമേറ്റ, അവൻ്റെ സൗഖ്യങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു ദേശമാക്കി മാറ്റുകയാണ്. പ്രിയമുള്ളവരെ, ഈശോ ഗലീലയിലേക്ക് സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് കടന്നു വരികയാണ്. സ്നാപക യോഹന്നാൻ ബന്ധനത്തിലായപ്പോൾ എന്നേക്കാൾ ശക്തനായവനെന്ന് അവൻ പറഞ്ഞ ക്രിസ്തു മുന്നോടിയുടെ സ്നാപകന്റെ ദൗത്യം ഏറ്റെടുക്കുകയാണ്. സ്നാപകൻ കടന്നു വന്നപ്പോൾ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 2-ാം വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിച്ചുകൊണ്ടായിരുന്നു. ക്രിസ്തുവാകുന്ന സ്വർഗരാജ്യം ഈ ലോകത്തിനോട് സമീപസ്ഥമായിരിക്കുന്നു എന്നാണ് സ്നാപക യോഹന്നാൻ പറഞ്ഞത്. എന്നാൽ ഈശോ ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ അവൻ്റെ ആദ്യത്തെ പ്രസംഗം എന്ന് പറയുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 15-ാം വചനത്തിലാണ്. സമയം സമാഗതമായി, പൂർത്തിയായി. ക്രിസ്തുവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം, കരുണ, ദൈവം മനുഷ്യനെ സ്നേഹിച്ചുകൊണ്ട് അവനെ പാപത്തിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നുമൊക്കെ രക്ഷിക്കുന്ന ആ വലിയ സ്വർഗീയ കവാടങ്ങൾ അവനു വേണ്ടി തുറന്നു കൊടുക്കുന്ന രക്ഷയുടെ മാർഗം ഇതാ ക്രിസ്തുവാകുന്ന മനുഷ്യപുത്രനിലൂടെ പൂർത്തിയായി എന്ന് ഈശോ പ്രസംഗിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈശോയെ സമയം പൂർത്തിയാകുന്നു, പിന്നാലെ വരുന്ന ശക്തനായവൻ ഇതാ ഈ ലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. ദൈവം മുൻകൂട്ടി നിശ്ചയിച്ച സമയം പൂർത്തിയായി എന്നാണ് ഈശോയുടെ ഈ പ്രസംഗത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. സമയം, കൈറോസ്, നിർണായക നിമിഷം, ദൈവത്തിൻ്റെ അഭിഷേകമുള്ള സമയം, ദൈവത്തിന് പ്രവർത്തിക്കുവാനുള്ള നിർണായക നിമിഷം ക്രിസ്തുവിലൂടെ ഇതാ സമാഗതമായി എന്നാണ് സുവിശേഷത്തിലൂടെ നാം വായിച്ചെടുക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ക്രിസ്തുവിലൂടെ സമാഗതമായ രക്ഷ, ആ ദൈവീക ദൗത്യം, ദൈവരാജ്യമെന്ന ക്രിസ്തു നമുക്ക് മുമ്പിൽ തുറന്നു തരുന്ന അവൻ്റെ ആ വലിയ അഭിഷേകം യഥാർത്ഥ വിശ്വാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയുമൊക്കെ മനുഷ്യൻ ദൈവിക ആഹ്വാനങ്ങളെ ഏറ്റെടുക്കുമ്പോൾ അവൻ സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയായിട്ട് മാറുകയാണ്. ദൈവരാജ്യം ക്രിസ്തുവിലൂടെ സമാഗതമായിരിക്കുന്നു. അതിലേക്കുള്ള പ്രവേശന മാർഗമെന്ന് പറയുന്നത് നമ്മുടെ നിഷ്കളങ്കമായ ഒരു അനുതാപമാണ്, ആത്മാർത്ഥതയോടെയുള്ള ഒരു അനുതാപം. പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റിക്കൊണ്ട് പൂർണ്ണമായ മാനസാന്തരത്തിൻ്റെ വരങ്ങൾ നമ്മളിലേക്ക് വർഷിക്കപ്പെടുമ്പോൾ നമ്മൾ പുതിയൊരു മനുഷ്യനായിട്ട് മാറുന്നു. അതെ, പെന്തക്കുസ്ത അനുഭവത്തിലൂടെ നവീകരിക്കപ്പെട്ട, വിശുദ്ധീകരിക്കപ്പെട്ട, ആത്മാവിൽ നിറയപ്പെട്ട ആ ജീവിതം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ മാത്രമാണ് പ്രിയമുള്ളവരെ സ്വർഗരാജ്യത്തിന് നമ്മൾ അവകാശിയായിട്ട് മാറുന്നത്. ക്രിസ്തുവിലൂടെ പൂർത്തിയായ, ക്രിസ്തുവിൻ്റെ ജീവിതത്തിലൂടെ, അവൻ്റെ മരണത്തിലൂടെ, അവൻ്റെ ഉത്ഥാനത്തിലൂടെ സ്വർഗരാജ്യം എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിൽ തുറക്കപ്പെട്ട ഒരു സാധ്യതയാണ്. എന്നാൽ നിഷ്കളങ്കമായ ഒരു അനുതാപം, ആത്മാർത്ഥമായ ഒരു അനുതാപം, അതുപോലെ തന്നെ ആത്മാവിനാൽ നവീകരിക്കപ്പെട്ട ഒരു ജീവിതം, ഇവ രണ്ടു വഴിയാണ് തീർച്ചയായിട്ടും നമുക്ക് ജീവിതത്തിൽ സ്വർഗരാജ്യത്തിലേക്ക് കടന്നു പോകുവാനും സ്വർഗരാജ്യത്തിന് അവകാശിയാകുവാനും ക്രിസ്തു തുറന്നിട്ടിരിക്കുന്ന ആ നിത്യതയുടെ ലോകത്തിലേക്ക് കടന്നു വരുവാനുമായിട്ട് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന് മുമ്പിൽ രണ്ട് സാധ്യതകളാണ്.
ഒന്നെങ്കിൽ നമ്മൾ അനുദപിച്ച് നവീകരിക്കപ്പെട്ട് വിശുദ്ധീകരിക്കപ്പെട്ട് ദൈവത്തെ അനുഗമിക്കുക, അല്ലെങ്കിൽ ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് ഈ ലോകത്തെയോ അതിൻ്റെ ആഡംബരങ്ങളെയോ ഒക്കെ തിരഞ്ഞെടുത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോവുക. ക്രിസ്തുവാൽ തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധീകരിക്കപ്പെട്ട ഒരു ജനത, നമ്മൾ കർത്താവിൽ നവീകരിക്കപ്പെട്ട ഒരു ജനതയാണ്, വിശുദ്ധീകരിക്കപ്പെട്ട ഒരു ജനതയാണ്. സ്വർഗരാജ്യത്തിൻ്റെ കവാടങ്ങൾ ദൈവം നമുക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, പിന്തിരിയുവാനും മടങ്ങി വരുവാനുമുള്ള ഒരു ആഹ്വാനമാണ് ഈശോയുടെ ഈ ആദ്യത്തെ പ്രസംഗത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. മെറ്റനോയിയ, ടു ടേൺ അവേ ഫ്രം സിൻസ് ആൻഡ് ടു ടേൺ ടു ക്രൈസ്റ്റ്. പ്രിയമുള്ളവരെ, പാപത്തിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും പിന്തിരിയുവാനും ക്രിസ്തുവാകുന്ന ആ പുതിയ ജീവിതത്തിലേക്ക് കടന്നു വരുവാനുമുള്ള യഥാർത്ഥമായ അനുതാപത്തിൻ്റെ പേരാണ് മെറ്റനോയിയ എന്നത്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ യഥാർത്ഥമായ ഈ അനുതാപത്തിലൂടെ ക്രിസ്തുവിലേക്ക് കടന്നു വരുവാന്, പുതിയൊരു സൃഷ്ടിയായിട്ട് മാറുവാന്, അനുദപിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റിക്കൊണ്ട് ക്രിസ്തുവാകുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പൗലോസ്ലീഹായെ പോലെ നമുക്കും പ്രാർത്ഥിക്കാം. ഈശോയെ, ഞാനല്ല ഇനിമേൽ എൻ്റെ ജീവിതത്തിൽ ജീവിക്കുന്നത്, ക്രിസ്തുവാണ് ഇന്നു മുതൽ എൻ്റെ ജീവിതത്തിൽ ജീവിക്കുന്നത്. എന്നിലൂടെ ക്രിസ്തു ജീവിക്കുന്നു എന്ന വലിയ വിശ്വാസ സാക്ഷ്യത്തിലേക്ക് പ്രിയമുള്ളവരെ ഈ കരുണയുടെ തിരുമണിക്കൂറിൽ നമുക്ക് കടന്നു വരാം. ഒരിക്കൽ കൂടി നമ്മെ നാം ആയിരിക്കുന്ന അവസ്ഥയും ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ സമാപന ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.